ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അങ്ങനെ ഇന്നലെ പോയി ബൾട്ടി കണ്ട്. ഷൈനികത്തിൻ്റെ 25ാമത്തെ മൂവിയാണ് ബൾട്ടി. അപ്പം പുള്ളിയുണ്ട്, പിന്നെ ശാന്തനും, പിന്നെ അതുപോലെ കെ സെൽവരാജൻ പുള്ളിയായിട്ട് കിട്ടണം, പിന്നെ അൽഫോൺസ് പുത്രൻ, പിന്നെ പൂർണിമ ഇന്ദ്രിയത്ത്. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് ഉണ്ണി ശിവലിംഗം. പിന്നെ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റണ്ട് മാസ്റ്ററാണ്. സ്റ്റണ്ട് മാസ്റ്റർ വിക്കിയും പിന്നെ വേറെ ഏതോ ഒരു പുള്ളിക്കാരനുണ്ട്, സ്റ്റണ്ട് സന്തോഷ് എസ് വി. ഇവർ രണ്ടുപേരും കൂടെയാണ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം കൊള്ളാം. പിന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിൽ വന്നപ്പം എനിക്ക് ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും സെക്കൻഡ് ഹാഫ് എനിക്ക് കണക്റ്റ് ആയില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എന്തുവാ, ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്ത് നല്ല ഒരു പറയുന്ന ഒരു ചിരി, ഒരു നാടൻ രീതി, ആ ഒരു രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഡയലോഗ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് വിചാരിക്കുന്നത് ഒരു തമിഴ് സിനിമയാണെന്ന്. പക്ഷേ തമിഴ് സിനിമയല്ല, മലയാള സിനിമ തന്നെയാണ്. ഇതിനകത്ത് കൂടുതലും ഡയലോഗ് തമിഴിൽ തന്നെയാണ്. ഇങ്ങനെ പാലക്കാട് ആ ഒരു ഭാഗത്തെങ്ങാണ്ട ഷൂട്ട് ചെയ്ത ആ ഒരു കൾച്ചറും സംഭവമൊക്കെ എന്തൊക്കെയാണ്, കബഡി ആ ഒരു റിലേറ്റഡ് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഹാഫ് പ്രണയം, പിന്നെ ഓരോരുത്തരുടെ അങ്ങനെ ക്യാരക്ടർ സ്കെച്ച് അങ്ങനെ കാണിച്ച് പോകുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പം ഈ ഫസ്റ്റ് ഹാഫ് തീരുന്ന, അതായത് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലിൽ എത്തുമ്പം ഒരു മാസി വെച്ചാണ് നിർത്തുന്നത്. പക്ഷെ അത് സെക്കൻഡ് ഹാഫിൽ വരുമ്പം എനിക്ക് അത്രയും കണക്ട് ആയില്ല. പിന്നെ ക്ലൈമാക്സിൽ വരുമ്പം കൊള്ളാം സംഭവം. അത് വെറൈറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ വരുമ്പം ആ ഒരു ഫൈറ്റ് ആണെങ്കിലും ഫൈറ്റൊക്കെ പട്ടക്കം സാധനം കേട്ടോ. ഒരു ഇടിപ്പട ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ ഈ സിനിമ നന്നായിട്ട് വർക്കൗട്ട് ആകും. എനിക്ക് പേഴ്സണലി എനിക്ക് കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. പക്ഷെ അവിടെ ഒക്കെ ആയിട്ട് എന്തൊക്കെയോ കുറച്ച് മിസ്റ്റേക്ക്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ മറ്റേ എന്തുവായിരുന്നു, മ്യൂസിക് ചെയ്തിരിക്കുന്നത് സായി അഭയങ്കർ. അത് തന്നെ, സാബി അഭയങ്കർ. അപ്പം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്തോ പറയുന്ന സോങ് കൊള്ളാം, പക്ഷേ ബാക്കിയൊക്കെ നമ്മുടെ മറ്റേ ഒരുമാതിരി ഡപ്പാങ്കുത്ത് സെറ്റപ്പ് അങ്ങനത്തെ ഒരു വൈബിലുള്ള സംഭവമൊക്കെയാണ് സോങ്. പിന്നെ എടുത്തു പറയേണ്ടത് ഷൈനികം പൊളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് നടി ഒരു തമിഴ് ആർട്ടിസ്റ്റ് അങ്ങനെയാണ്, പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എന്താ പറയുന്നത്, ഇതിൻ്റെ സ്റ്റോറി ബേസ് എന്ന് പറയുമ്പം പോയി വള്ളി പിടിക്കുന്നു, നമ്മളെ തല്ലുമാല സിനിമ കണ്ടില്ല, അതുപോലെ തന്നെ പോയി വള്ളി പിടിക്കുന്നു, വള്ളിക്ക് നല്ല തിരിച്ച് വൃത്തിക്ക് കിട്ടുന്നു, പിന്നെയും കൊടുക്കുന്നു. പിന്നെ ഇതിൻ്റെയും ഒരു സെക്കൻഡ് പാർട്ട് വരും. അങ്ങനെയാണ് പടം നിർത്തിയിരിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തായാലും നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ വന്ന് പറയുക. അപ്പോൾ ഏതായാലും അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.